നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ കേളിക്കൊട്ട് ആരംഭിച്ചപ്പോൾ തന്നെ ജനങ്ങൾ ഏറെക്കുറെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളുടെ ജീവിതാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മുൻ അനുഭവവും ജീവിതാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾ നിലപാടുകൾ എടുത്തു എന്നതാണ്. ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിലവിൽ MLA-യുമായ പ്രമോദ് നാരായൺ വിശദമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വികസന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എന്നാൽ ഓരോ മണ്ഡലത്തിനും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും വികസന പദ്ധതികളുണ്ട് എന്തായാലും. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷം മാറിയത്. കേരളത്തിൽ വല്ലാത്തൊരു നിരാശ ബാധിച്ച കാലമുണ്ടായിരുന്നു. ഇവിടെ ഒന്നും നടക്കില്ല, എൻ്റെ നാടിങ്ങനെയായിപ്പോയി എന്നെല്ലാവരും കരുതിയ കാലം. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ നല്ലൊരു ഭാഗം സഹോദരങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇടയ്ക്കാണ് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വരുമ്പോൾ അവർക്ക് വല്ലാത്ത നിരാശ അക്കാലത്തുണ്ടായി. അവർ ജോലി ചെയ്യുന്നിടത്ത് ഓരോ ദിവസവും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ അവർ പോകുമ്പോഴുള്ള അതേ സ്ഥിതി തുടരുന്നു, ഒരു മാറ്റവുമില്ല. പശ്ചാത്തല സൗകര്യം വർദ്ധിക്കുന്നില്ല. അപ്പോൾ അവരൊരു നിഗമനത്തിലെത്തുകയാണ്, നാടിങ്ങനെയായിപ്പോയി, ഇതിനെ ആർക്കും മാറ്റാനാകില്ല. നമ്മുടെ നാട്ടുകാർ നല്ല തോതിൽ യാത്ര ചെയ്യുന്നവരാണ്. കേരളത്തിന് പുറത്തും യാത്ര ചെയ്യാറുണ്ട്. കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നല്ല സൗകര്യങ്ങൾ അവർ കാണുന്നു. ആ സൗകര്യങ്ങൾ എൻ്റെ നാട്ടിലില്ലാലോ എന്നവർ ചിന്തിക്കുന്നു. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റം വന്ന നാടുകൾ അവർ കാണുന്നു. പക്ഷെ ഈ മാറ്റമൊന്നും എൻ്റെ നാട്ടിലില്ലാലോ എന്നവർ വേദനിക്കുന്നു. അതോടൊപ്പം നാം നേരത്തെ പേരെടുത്ത വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളൊക്കെ വല്ലാതെ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ ഒരു കാലം, അതായിരുന്നു 2016. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ ചില ഉറപ്പുകൾ നൽകി. ജനങ്ങൾ LDF-നെ അധികാരത്തിലേറ്റി. പിന്നെ നമ്മൾ കണ്ടത് വേറൊരു കേരളമാണ്. ഏതാനും നാളുകൾ കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒന്നും നടക്കില്ല
എന്ന് കരുതിയവർ ഇവിടെ പലതും നടക്കും എന്ന ധാരണയിലായി. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കാനായി. ഇപ്പോൾ നമ്മുടെ നാട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമാണ്. എങ്ങനെയാണത്? നമ്മുടെ വലിയ സമ്പന്നരൊന്നുമല്ലല്ലോ. എന്താണ് നമ്മെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത്? ഈ കഴിഞ്ഞ നവംബർ 1 നാം നടത്തിയൊരു പ്രഖ്യാപനം, അത് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്നതായിരുന്നു. അതിദാരിദ്ര്യമുക്തം പറയുന്നത് പോലെ എളുപ്പമല്ല നടപ്പാക്കല്.